രാവിലെ വന്നിരുന്ന് ഫോണിൽ കളിച്ചോണ്ടിരിക്കുവാന്നോ ഡോക്ടർ? എന്തോ ഒരു മറുപടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ. ഞാൻ ഇവിടെ. അതെനിക്ക് മനസ്സിലായി. ഇതിനകത്ത് പൊടിയൊന്നും തുടച്ച് കളയണ്ടേ? നമ്മുടെ കൈ പൊടി പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അടിച്ചു കളയും. അപ്പൊ അവിടെ ഇപ്പുണ്ട്. പിന്നെ എന്റെ ഡോക്ടറെ, 45 വർഷം പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ്. ദൈവത്തെ ഓർത്ത് ഇതിന്റെ ചീത്ത പേര് കളഞ്ഞു കുളിക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം പറയാൻ, ഇവിടെ ഒരുപാട് കണ്ണ് രോഗികൾ വരുന്നുണ്ട്. ചിലവർ കണ്ണില്ലാതെ വരുന്നു, ചിലവർ കണ്ണില്ലാതെ പോകുന്നു. ഇതിന്റെ എല്ലാ ലിസ്റ്റും ഇന്ന് കറക്റ്റായിട്ട് ഇവിടെ എഴുതി മേശപ്പുറത്ത് വെച്ചേക്കണം. പറഞ്ഞ കേട്ടല്ലോ. ഞാനിങ്ങനെ പോന്നായിരുന്നേ. അതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോയോ? ഇതെല്ലാം കറക്റ്റ് ആക്കി വെച്ചേക്കണം. എന്റെ ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കരുത്. ആർക്കൊക്കെ കണ്ണ് കിട്ടി, ആർക്കൊക്കെ കണ്ണ് കിട്ടി, ആർക്കൊക്കെ ഇനി കണ്ണ് കിട്ടാനുണ്ട് എന്നുള്ളതിന്റെ ലിസ്റ്റ് ഇവിടെ എഴുതി വെക്കണം. മാസം ഞാൻ പൈസ എണ്ണി തരണ്ടേ? തരണം. അത് ഞാൻ അതിനുള്ള ഉത്തരവാദിത്തം കാണിക്കണമെന്നായി പറഞ്ഞത്. ഞാൻ കാണിച്ചോളാം. അവപ്പോ ഇരുന്നോ? പോയി അടുത്ത രോഗിയെ വിളിക്കേ. പേഷ്യന്റ് ഉണ്ടോ? വന്നോ ഡോക്ടറെ? എന്തോ നമസ്കാരം. നമസ്കാരമുണ്ട്. ഇരുന്നാട്ടെ. എന്താണ് പ്രശ്നം? കണ്ണിന് വയ്യാതെ? കണ്ണിന് വയ്യ. ആദ്യ പേര് ഒന്ന് പറഞ്ഞ പേര്. ഞാൻ തറയിൽ വിജയൻ. അല്ല, സ്വഭാവം വേണ്ട. നമുക്ക് പേര് മാത്രം. അയ്യോ, ഞാൻ എന്റെ വീട്ടുകാരോട് ആദ്യം പറയാം. ഞാൻ തറയിൽ വിജയൻ. ഏജ്? ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറം. ഏതെണ്ണല്ലെന്ന് ഏജ്? വയസ്സോ? 55. 55? കണ്ടോ പറയില്ല ഇല്ലയോ? ഇല്ല. എന്റെ ഭാര്യ പറയും ഇപ്പോഴും 18 വയസ്സാണ്. ഭാര്യ എപ്പോഴും പറയും സുരഭി, മഞ്ജു, ലത, എപ്പോഴും തന്നെ പറയുന്നത്. ഇവരെല്ലാം ഭാര്യമാരാണോ? അല്ലല്ല, അവരുടെ കൂട്ടുകാരികളാ. അത് ശരി. അപ്പൊ അവിടെ ആർക്കും കണ്ണ് കാണത്തില്ലെന്നാ എന്റെ ഒരു വിചാരം. സ്ഥലം കണ്ണായ സ്ഥലമാ. കണ്ണായ സ്ഥലം. ഏത് ജില്ലയാ? കണ്ണൂരോ? കണ്ണൂരോ? അത് നീ കണ്ണൂർ ആയതുകൊണ്ടാണോ എന്റെ കണ്ണിന് ഈ കാഴ്ചക്കുറവിടെ പ്രശ്നം വരുന്നത്? അല്ല, നമുക്ക് നോക്കാം. ആണോ? 2 തുള്ളി മരുന്ന് ഒഴിച്ചിട്ടേ അവിടെ തന്നെ 2 മാസം കൂടെ താമസിക്കേ. അഥവാ കുറഞ്ഞില്ലെങ്കിൽ ജില്ല മാറേണ്ടി വരും. ആണോ? ദൂരക്കാഴ്ചയാണ് പ്രശ്നം. ദൂരക്കാഴ്ച ഇല്ല. ഒട്ടുമില്ല. ഒരു കാര്യം ചെയ്യ്, അക്ഷരമൊക്കെ ഒന്ന് വായിച്ചേ. വിജയൻ തറയിൽ 1 മിനിറ്റ് ഇവിടെ നിൽക്കണേ, ഞാൻ വരുക. എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നാ പറഞ്ഞു ഇവിടെ? എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നാ പറഞ്ഞു? 45 വർഷത്തെ ഉണ്ട്. അതെന്നെ കൊണ്ട് കളയിപ്പിക്കരുത്. പറഞ്ഞേക്കാം. അത് അതുവരെ വായിച്ചില്ലയോ? വായിക്കണമാ. വായിക്കേ. ഞാൻ ഡോക്ടറാ. അയ്യോ അതല്ല. അയ്യോ അതല്ല, ഞാൻ ഡാ വായിച്ചയാ. എവിടെ പോനാ? ഞാൻ വായിച്ചില്ല. കാണാമോ? താട്ട് കാണാമോ? പിന്നെ അപ്പൊ പ്രശ്നമില്ലല്ലോ ദൂരക്കാഴ്ചക്ക്. ഇല്ലയോ? ഇല്ല. പക്ഷെ രാവിലെ എന്റെ വൈഫ് ജോലിക്ക് പോകും. 1.5 കിലോമീറ്റർ ദൂരെയാ പോകുന്നത്. എനിക്കത് കാണാൻ പറ്റുന്നില്ല. അതാണോ ഈ കാണാത്തത്? നോക്കട്ടെ. അയ്യോ, എന്തുവാ? കീരവാണി കൃഷ്ണമാണിക്ക് ആണോ? അത് വെള്ളപ്പടലം ഉണ്ടോ? ഉണ്ട്. ഓ, ഇനിയിപ്പോ എന്താ ചെയ്യും അത്? അതിന്റെ ആ കളർ മാറ്റാൻ പറ്റുമോ? മരുന്ന് വല്ലതും ഉണ്ടോ കണ്ണാത്ത ഒഴിക്കേ? നോക്കാം, ഒഴിക്കാം. ഞാൻ വരുന്നേ. ഒരു മിനിറ്റ്. ഞാൻ മരുന്ന് കൊടുക്കട്ടെ. അതൊഴിച്ചിട്ടുണ്ടേ. എന്റെ എണ്ണമയോ ഉണ്ടോ കണ്ണില്? ഉണ്ടോ? ഞാൻ എണ്ണ ഒഴിച്ചായിരുന്നു. അതിന് എണ്ണ ഒഴിച്ചേ? അത് ഇന്നലെ മോൻ രാത്രി 12 മണിയാകുമ്പോളേ വരുത്തോളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നേ. അത് ശരി. നില്ലേ ഒരു ട്രിപ്പ് കൂടെ ഉണ്ടായിരുന്നല്ലോ മരുന്ന്. ഉണ്ടോ? ഒരു ട്രിപ്പ് ഉണ്ട്. ഇവിടുന്ന് മരുന്ന് എന്തിയാ ഡോക്ടറെ? എടുത്തോണ്ട് പോയില്ലേ മരുന്ന്? ഇത് തന്നെയാണ് ഞാൻ കൊണ്ടുപോയേ. മാറാതിരുന്നാ മതി. 2 കണ്ണും തുറന്ന് വേടി. മതി. ഇതിപ്പോ 2 ആഴ്ചത്തോ എല്ലാതും കൊണ്ട് ഒഴിക്കാമേ. അങ്ങ് മാറിക്കോളൂ കേട്ടോ. ഞാൻ ഒരു സംശയം, ഞാൻ ഈ മരുന്ന് എടുക്കാൻ ഇപ്പൊ പോയില്ലയോ? കണ്ണാടി വെച്ചായിരുന്നോ ഞാൻ? കണ്ണാടി വെച്ചില്ലേ? ഇല്ല. പെട്ടുപോയല്ലോ. നോക്കട്ടെ, മാറിപ്പോയതാണ്. ഞാൻ സംശയിച്ചോക്കട്ടെ, ഈ 2 കണ്ണും വേണമെന്ന് നിർബന്ധമുണ്ടോ? വാശി പിടിക്കല്ലേ, ഞാൻ വാശി പിടിക്കാതെ. നിർബന്ധമുണ്ടോ അങ്ങനെ? എന്തോ കാര്യം പറ. കുഴപ്പമുണ്ടോ? മാറിപ്പോയി. എന്തോ മാറിപ്പോയി? മരുന്ന് ഇവിടെ കിടന്നല്ലേക്കാണ്, അത് കേൾക്കാനിരിക്കുക. എന്താ പറഞ്ഞപ്പോ എന്താ ചെയ്യാൻ പറ്റും? കാണിച്ചായിരുന്നു ദൈവമേ. കുഴപ്പമില്ല. എണ്ണ ഒഴിച്ചില്ലയോ? അതുകൊണ്ട് എല്ലാം രക്ഷപ്പെട്ടു. അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. എണ്ണ കൊണ്ട് ഗുണമുണ്ടായി. ഷുഗർ നോക്കണം. ഷുഗർ ഇപ്പൊ എന്റെ ഒരു നോട്ടത്തില് ഷുഗർ കൂടുതലാ. ഷുഗറോ? അതായത് പഞ്ചസാര കൂടുതലാ. പഞ്ചസാര കൂടുതലാണോ? അതാണ് ഈ കണ്ണിന് കാഴ്ച പറയുന്നത്. പിന്നല്ലാതെ. ഒരു മിനിറ്റ്, ഭാര്യ ഒന്ന് വിളിക്കട്ടെ. എടിയേ
നീ ജോലി സ്ഥലത്താണോ? നീ ഇന്നലെ റേഷൻ കിടന്ന് എത്ര കിലോ പഞ്ചസാര മേടിച്ച്? 5 കിലോയോ? ചുമ്മാ അതല്ല എനിക്ക് ഷുഗർ കൂടിയത്. അതെടുത്ത് കള 1/2 കിലോ മതി. ഡോക്ടർ പറഞ്ഞു അതുകൊണ്ടായി കണ്ണിന് കാഴ്ച മങ്ങുന്നതെന്ന്. വിജയൻ തറയില്ലേ എന്റെ പൊന്നു കുഞ്ഞെ, അതല്ല പറഞ്ഞത്. പിന്നെ ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രക്തത്തിന്റെ അളവ്, ഇരുമ്പിന്റെ അംശം, അതുപോലുള്ള ഏതോ സംഭവമാണ്, എനിക്ക് പിടിയില്ല. അതെന്തോ മിസ്റ്റേക്ക് വരുന്നതാ. അപ്പൊ ഈ ഷുഗർ, ഈ കാഴ്ച കിട്ടാൻ നമ്മൾ എന്തോ കഴിക്കണം? അത് നമ്മൾ പച്ചക്കറികളൊക്കെ കഴിക്കണം. ഏതൊക്കെ പച്ചക്കറികൾ കഴിക്കണം? പാവയ്ക്ക പോകും, പിന്നെ വെണ്ടയ്ക്ക പോകും, അമരയ്ക്ക പോകും, പിന്നെ കോവയ്ക്ക പോകും. കോവയ്ക്ക് എന്നാ പോന്നെ പറ? 23-ാം തീയതി. എടോ കോവയ്ക്ക. ഓ, കോവയ്ക്ക കഴിക്കണോന്ന്? കോവയ്ക്ക കഴിക്കണം. അത് പറ. മനസ്സിലായോ? ഓ കാണിച്ചേ. ഇതെന്തോ എടുക്കുവാ? ആരാ വന്നിരിക്കുന്നത് എനിക്ക് നോക്കണ്ട.